ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. തല അജിത്തിനെ നായകനാക്കി ആദ്വിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഗുഡ് ബാഡ് അഗ്ലി എന്ന സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് രേഖപ്പെടുത്തിയേക്കുക. അപ്പം ഈ ഒരു സിനിമയുടെ ട്രെയിലർ ഇറങ്ങിയപ്പോൾ എന്ത് തരത്തിലുള്ള വൈബാണോ ഞാൻ പ്രതീക്ഷിച്ചത്, അതേ വൈബ് 2.5 മണിക്കൂർ കണ്ട ഫീലാണ് എനിക്ക് സിനിമ കണ്ടപ്പോൾ തോന്നിയത്. ഇതൊരു ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ ഔട്ട് ആൻഡ് ഔട്ട് തല ഷോ. അതായത് അജിത്തിൻ്റെ ഫാൻസിന് വേണ്ടിയുള്ളൊരു വിഷ്വൽ ട്രീറ്റാണ് ഈ ഒരു സിനിമ. കാരണം പക്ക ഫാൻസിന് വേണ്ടി അജിത്ത് ചെയ്ത ഒരു സിനിമ തന്നെയാണിത്. ഈ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ കുറേ സിനിമകൾ വന്ന് ഒരുപാട് സിനിമകൾ ഫ്ലോപ്പായി. റീസെൻ്റായിട്ട് വന്ന വിടാമുയർച്ചിയിലും അദ്ദേഹം അത്യാവശ്യം നല്ല സിനിമയായിരുന്നെങ്കിലും തിയേറ്ററിൽ അധികം വർക്കൗട്ട് ആവാത്ത ഒരു സിനിമയാണ് വിടാമുയർച്ചി. പക്ഷേ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയായിരുന്നു. പക്ഷേ അതിലെല്ലാം മിസ് ചെയ്തിരുന്ന ഒരു എലമെൻ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ എനർജറ്റിക് ആയിട്ടുള്ളൊരു പെർഫോമൻസ്. അത്രമാത്രം എനർജറ്റിക് ആയിട്ട് അദ്ദേഹം പെർഫോം ചെയ്ത് കണ്ടിട്ടുള്ളത് കുറേ കാലങ്ങൾക്ക് മുന്നെയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു എനർജറ്റിക് പെർഫോമൻസ് എനിക്ക് മങ്കാത്ത എന്ന സിനിമ കണ്ടതിന് ശേഷം അത്രമാത്രം എനർജറ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസ് ഞാൻ കണ്ടത് ഈ ഒരു സിനിമയിലാണ്, ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. സിനിമ 2.5 മണിക്കൂർ സിനിമയുണ്ടെങ്കിൽ 2 മണിക്കൂർ 20 മിനിറ്റും ഫുള്ള്, അതായത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നമ്മൾ മലയാളത്തിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ എന്ന് പറയുന്നത് പോലെ 2.5 മണിക്കൂറിൽ 2 മണിക്കൂർ 20 മിനിറ്റും ഫുൾ ടൈം അജിത്ത് തന്നെയാണ് ഫിലിമിൽ. അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും അദ്ദേഹത്തിൻ്റെ സ്വാഗും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും എല്ലാം പക്ക. എങ്ങനെയാണോ അദ്ദേഹത്തിൻ്റെ ഫാൻസ് അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നത് അതെല്ലാം ഈ പടത്തിനകത്തുണ്ട്. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു പക്ക ഫാൻസിന് വേണ്ടി മാത്രമുള്ളൊരു സിനിമ അദ്ദേഹം ചെയ്യുന്നത്. കാരണം കുറേ കാലമായിട്ട് അദ്ദേഹം ചെയ്യുന്ന സിനിമകൾ എന്തെങ്കിലും കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള സിനിമകൾ കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അജിത്ത്. പക്ഷേ കുറേ കാലമായിട്ട് ഫാൻസിന് വേണ്ടിയുള്ള പ്രത്യേകമായിട്ടുള്ള സിനിമകളോ കാര്യങ്ങളൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. പക്ഷേ ഇത് പക്ക ഫാൻസിന് വേണ്ടി മാത്രം ചെയ്തൊരു സിനിമ. ഇത് ഒരു ഗ്യാങ്സ്റ്റർ ജോണറിൽ വരുന്നൊരു ഫിലിമാണ്. ഗ്യാങ്സ്റ്റർ ജോണർ എന്ന് പറഞ്ഞാലും ഇതൊരു ഗ്യാങ്സ്റ്റർ സ്പൂഫ് ജോണർ എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇദ്ദേഹത്തിൻ്റെ തന്നെ പഴയ പല സിനിമകളുടെയും, ഇദ്ദേഹം പഴയ അമർക്കളമായാലും അട്ടഹാസമായാലും ദീനയായാലും ബില്ല, ഇങ്ങനെയുള്ള പഴയ സിനിമകളുടെ എല്ലാ റെഫറൻസുകളും പഴയ സിനിമയിലുള്ള കുറേ കാര്യങ്ങളും ഒക്കെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിലിമാണിത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പഴയ ലുക്കും പണ്ട് കാലത്ത് അദ്ദേഹത്തിൻ്റെ ലുക്കും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളും ഒക്കെ എല്ലാം ഈ പടത്തിനകത്തുണ്ട്. ഒരു അജിത്ത് ഫാൻ എന്ന നിലയിൽ ഈ ഒരു ഫിലിം കാണുമ്പം ആ ഫാനിന് എന്തൊക്കെയാണോ വേണ്ടത്, ഒരു ഫാൻസായിട്ട് അദ്ദേഹത്തെ ഏതൊക്കെ ലുക്കിൽ കാണാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എന്ത് സ്റ്റൈലിൽ അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിക്കുന്നു, എന്ത് രീതിയിലുള്ള പെർഫോമൻസ് അദ്ദേഹത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു, അതെല്ലാം സത്യം പറഞ്ഞാൽ ഗുഡ് ബാഡ് അഗ്ലി എന്നുള്ള സിനിമയ്ക്കകത്ത് ആദ്വിക് രവിചന്ദ്രൻ പ്രോപ്പറായിട്ട് ക്യാപ്ചർ ചെയ്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. അന്യായ ഫാൻ ബോയ് പടമാണ്. കാരണം ഇതിൻ്റെ സംവിധായകൻ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വലിയൊരു അജിത്ത് ഫാനാണ്. സത്യം പറഞ്ഞാൽ സിനിമ കണ്ടപ്പം എനിക്ക് പേഴ്സണലി തോന്നിയത് അജിത്തിൻ്റെ ഏറ്റവും വലിയ ഫാൻ ചിലപ്പം ആദ്വിക് രവിചന്ദ്രനായിരിക്കും. കാരണം അത്ര കിടിലമായിട്ടാണ് അദ്ദേഹത്തിനെ അഴിച്ചു വിട്ടിരിക്കുന്നത്. പ്യുവർ അഴിഞ്ഞാട്ടം, അജിത്തിൻ്റെ അന്യായ അഴിഞ്ഞാട്ടം. ഇത് ഇത്രയും എനർജറ്റിക് ആയിട്ട് ഇദ്ദേഹം പെർഫോം ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ ഒരു സിനിമയിലും ഞാൻ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. മങ്കാത്ത എനിക്ക് എൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഫിലിമാണ് മങ്കാത്ത. അതിനുശേഷം അദ്ദേഹത്തിന് ഇത്രമാത്രം എനർജറ്റിക് ആയിട്ട് ഞാൻ കാണുന്നത് ഗുഡ് ബാഡ് അഗ്ലിയിലാണ്. സിനിമയുടെ സംവിധാനത്തിലേക്ക് വരുവാണെങ്കിൽ മാർക്ക് ആൻ്റണിക്ക് ശേഷം ആദ്വിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ഈ ഒരു ഗുഡ് ബാഡ് അഗ്ലി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ മാർക്ക് ആൻ്റണിയുടെ മേക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ എങ്ങനെയാണോ അതേ രീതി തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിൻ്റെ ഷൂട്ടിലും, അതായത് ഈ ഒരു ഫിലിം എടുത്തിരിക്കുന്നതും അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് അദ്ദേഹം എടുത്തിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് പേസ്ഡ് ആയിട്ടുള്ള നാരേറ്റീവാണ്. ഫ്രം തുടക്കം മുതൽ ഒടുക്കം വരെയും പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്ന പോലും സീൻസ് മാറിക്കൊണ്ടിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ പോകും. ഒരു ലാഗോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പടയെന്നാണ് സീൻസ് ചേഞ്ച് ചെയ്യുന്നത്. ചില സ്ഥലത്ത് ലോജിക്കും കാര്യങ്ങളൊന്നും നോക്കേണ്ട കാര്യം. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു സ്പൂഫ് ഫിലിമാണ്. പഴയ അദ്ദേഹത്തിൻ്റെ പഴയ പടത്തിലുള്ള കുറേ സീൻസും കുറേ ക്യാരക്ടേഴ്സും കുറേ ക്യാമിയോസും കാര്യങ്ങളും ഒക്കെ ഈ ഒരു ഫിലിമിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയുക, പ്രത്യേകിച്ച് ലോജിക്കോ കാര്യങ്ങളോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. പടത്തിന് ഒട്ടും ലോജിക് ഇല്ലെന്ന് തന്നെ പറയാം. ഇതിൻ്റെ കഥ വളരെ സിമ്പിളായിട്ടുള്ളൊരു സ്റ്റോറി. എന്നാൽ എന്താ പറയുക, ഒരു
പടം എടുക്കുമ്പോൾ ഒരു സ്റ്റോറി വേണമല്ലോ, ആ ഒരു സ്റ്റോറിക്ക് വേണ്ടി ജസ്റ്റ് ഒരു സ്റ്റോറി വെച്ചു. അതിനുശേഷം ഒരു എന്താ പറയുക, കുറേ സീൻസ്, കുറേ മാസ് കാണിക്കാനും പക്ക ഒരു മാസ് ആക്ഷൻ അപ്പീൽ, ഒരു സ്വാഗ് കാണിക്കാനും ഒക്കെ വേണ്ടിയുള്ള കുറേ സീൻസ് ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മാഷപ്പ് പോലെ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫിലിമാണ് ഇതെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ലോജിക്കും കാര്യങ്ങളും ഒന്നും സിനിമയിൽ നോക്കേണ്ട കാര്യമില്ല. ഫാൻ ബോയ് ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി ഫാൻസിൻ്റെ കൂടെ ഇരുന്നിട്ട് സിനിമ കാണുക. പല സീൻസും, ഒരു പഴയ സിനിമകളിലെ പല സീൻസ് ആയാലും കാര്യങ്ങളായാലും പഴയ ഒരുപാട് റെഫറൻസുകൾ, അതായത് അദ്ദേഹത്തിന് തന്നെ സിനിമകളിലെ പല റെഫറൻസുകളും ഉണ്ട്, അദ്ദേഹത്തിൻ്റെ തന്നെ വിജയുടെ സിനിമകളുടെ റെഫറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഫിലിമിൽ മിക്സ് ചെയ്ത് വെച്ചേക്കാണ്. അതൊരു പക്ക ഒരു അജിത്തിന് വേണ്ടി മാത്രം ചെയ്തു വെച്ചിരിക്കുന്ന ഒരു ഫിലിം എന്ന് വേണമെങ്കിൽ പറയാം. അത് മനോഹരമായിട്ട് പ്രോപ്പറായിട്ട് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്തിട്ടുമുണ്ട്. മാർക്ക് ആന്റണിയിൽ കണ്ട അതേ സ്റ്റൈൽ തന്നെയാണ് അദ്ദേഹം ഈ ഒരു ഫിലിമിന് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ തിരക്കഥയും ഇതിൻ്റെ കഥയും ആദിക് രവിചന്ദ്രൻ്റെയാണ്. പക്ഷേ തിരക്കഥ ഒരു 5-6 പേര് ചേർന്നിട്ടാണ് ഇതിൻ്റെ തിരക്കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. മ്യൂസിക് ജി.വി. പ്രകാശ് കുമാറിൻ്റെ മ്യൂസിക്കാണ്. ഭയങ്കരമായിട്ട് മ്യൂസിക് ഈ പടത്തിനെ എലിവേറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഒരു ഹൈ ലെവൽ ഹൈ ഒക്ടെയിൻ ആക്ഷൻ മൂവി എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് പക്ക ഒരു വയലൻസും കാര്യങ്ങളൊക്കെ ഉള്ളപ്പം ആ ഒരു സ്വാഗും കാര്യങ്ങളും ഒക്കെ കാണിക്കുക, അല്ലെങ്കിൽ സ്റ്റാർഡം കാണിക്കാനായിട്ട് മ്യൂസിക് ഭയങ്കരമായിട്ട് യൂസ് ചെയ്യണം. അതിമനോഹരമായിട്ട് ജി.വി. പ്രകാശ് കുമാർ ഇതിൽ മ്യൂസിക് യൂസ് ചെയ്തിട്ടുണ്ട്. പാട്ടുകളെല്ലാം പഴയ സിനിമകളിൽ കണ്ടിട്ടുള്ള പല സിനിമകളിലുള്ള, തമിഴിൽ തന്നെ പഴയ ഒരുപാട് സിനിമകളിലുള്ള പാട്ടുകളെല്ലാം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ച് കുറേ പാട്ടുകളും കാര്യങ്ങളും ഒക്കെ റിപ്പീറ്റായിട്ട് വരുന്നുണ്ട്. പക്ഷേ മെയിനായിട്ട് കാണിക്കുന്ന ഗോഡ് ബ്ലെസ് യു മാമ എന്ന് പറയുന്ന ആ ഒരു സോങ് അത്യാവശ്യം പടത്തിലുടനീളം ആ ഒരു സോങ് അത്യാവശ്യം ഒരു നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുമുണ്ട്. പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞല്ലോ പ്യുവർ അജിത് ഷോ ആണ്. തുടക്കം മുതൽ ഒടുക്കം വരെയും അജിത്ത് മാത്രം, വേറെ ആരുമില്ല. കാരണം തൃഷ അഭിനയിച്ചിട്ടുണ്ട്, അർജുൻ നമ്മുടെ എന്താ പറയുക അർജുൻ എന്നാണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്, എനിക്ക് തോന്നുന്നു അർജുൻ ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ പേര്, വില്ലൻ്റെ പേര്. പുള്ളി അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. അർജുൻ ദാസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട് വില്ലനായിട്ട്. അതുപോലെ ജാക്കി ഷറഫുണ്ട്, പ്രസന്നയുണ്ട്, നമ്മുടെ പ്രഭുവുണ്ട്, പിന്നെ കാർത്തികേയ, അതായത് നമ്മുടെ സലാറിലും എമ്പുരാനിലൊക്കെ പൃഥ്വിരാജിൻ്റെ ചെറുപ്പകാലം ചെയ്തൊരു പയ്യനുണ്ട്, പുള്ളി കാർത്തികേയ അഭിനയിച്ചിട്ടുണ്ട്. അതെനിക്ക് തോന്നുന്നു നസ്ലന് വെച്ച റോളായിരുന്നു എന്ന് തോന്നുന്നു. നസ്ലൻ ഏതോ ഇൻ്റർവ്യൂവിൽ ഞാൻ പറയുന്നത് കേട്ടു പുള്ളി ഇതിലേക്കൊരു ക്ഷണം ഉണ്ടായിരുന്നു, പക്ഷേ ഇതിന് പകരം പുള്ളി തിരഞ്ഞെടുത്ത ഫിലിമായിരുന്നു ആലപ്പുഴ ജിംഖാന. പക്ഷേ എനിക്ക് തോന്നുന്നു കാർത്തികേയ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ പടത്തിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഇവരുടെ ഈ ക്യാരക്ടേഴ്സ് ഒന്ന് സുനിൽ തമിഴ്നാട് സുനിൽ, അപ്പോൾ ഇവരുടെ ഒന്നും ക്യാരക്ടേഴ്സിനെ നമുക്ക് എന്താ പറയുക, അവരുടെ പെർഫോമൻസും കാര്യങ്ങളൊന്നും നമുക്ക് അധികം ഫീൽ ചെയ്യില്ല. കാരണം ഫുൾ അജിത്താണ് പടത്തിനകത്ത്. അജിത്തിൻ്റെ സ്വാഗും അജിത്തിൻ്റെ സ്റ്റൈലും അജിത്തിൻ്റെ സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളും മാത്രമേ ഉള്ളൂ പടത്തിനകത്ത്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഒന്നും ഫീൽ ചെയ്യില്ല. വേറെ ആരുടെയും പെർഫോമൻസ് നമുക്ക് ശ്രദ്ധിക്കാനോ തോന്നുമോ ഒന്നുമില്ല. ഔട്ട് ആൻഡ് ഔട്ട് ഒരു അജിത് ഷോ ആണ്. അപ്പം അജിത്തിൻ്റെ ഫാൻ ആണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തിയേറ്ററിൽ പോയി അജിത്ത് ഫാൻസിൻ്റെ കൂടെ ഇരുന്ന സിനിമ കാണാൻ നോക്കുക. സത്യം പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഷോ ഒക്കെ ഇന്ന് തമിഴ്നാട്ടിൽ ഏതെങ്കിലും ഒരു തിയേറ്ററിൽ പോയി കണ്ടിരുന്നുണ്ടെങ്കിൽ സത്യം പറയാമല്ലോ അന്യായ വൈബിലായിരിക്കും ഫിലിം കാണുന്നത്. ഒരു പക്ക വൈബ് പടം, തുടക്കം മുതൽ ഒടുക്കം വരെ ഒരു വൈബ് പടം. ഫാമിലീസ് എത്രമാത്രം എടുക്കുമെന്ന് അറിയത്തില്ല, പക്ഷേ പ്യുവർ ഫാൻസിന് വേണ്ടിയുള്ളൊരു ഫിലിമാണ്. ഫാൻസിന് ഇഷ്ടപ്പെടുന്ന എല്ലാ എലമെൻസും സിനിമയിലുണ്ട്. അപ്പം നിങ്ങളൊരു പക്ക ഫാനാണ്, അജിത്തിൻ്റെ ഫാനാണ്, അല്ലെങ്കിൽ ഒരു ലോജിക് ഇല്ലാത്ത ഒരു സ്പൂഫ് പടം, ഗ്യാങ്സ്റ്റർ സ്പൂഫ് പടം, മസാല പക്ക മസാല ആയിട്ടുള്ള, കഥയൊന്നും ഇല്ലാതെ ഒരു പക്ക ലോജിക്ലെസ് ആയിട്ടുള്ളൊരു മസാല ഫിലിം കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ടു ദ തിയേറ്റേഴ്സ്, യു വിൽ എൻജോയ് ദ മൂവി. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.